നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ ആദ്യം. വാഹനയാത്രക്കാർക്ക് ഭീഷണിയായി ചേറ്റുവ പാലത്തിലെ കുഴികൾ. പാഴ്സൽ സർവീസിന്റെ മറവിൽ ലോറിയിൽ കടത്തുകയായിരുന്ന അതിമാരക മയക്കുമരുന്നുകളുമായി എടമുട്ടം സ്വദേശി പിടിയിൽ. നാട്ടിക ഗ്രാമപഞ്ചായത്ത് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. വാർത്തകൾ വിശദമായി നോക്കാം. വാഹനയാത്രക്കാർക്ക് ഭീഷണിയായി ചേറ്റുവ പാലത്തിലെ കുഴികൾ. പാലത്തിലെ ഇരുമ്പ് പട്ടകളും കൂർത്ത കമ്പിയും പുറത്തായ രീതിയിലാണ്. ഇതുമൂലം ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള ചെറിയ വാഹനങ്ങൾക്ക് വലിയ ഭീഷണിയാണ്. പാലത്തിലെ കുഴിയിൽ വീഴാതിരിക്കാൻ വാഹനങ്ങൾ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുമ്പോഴും വാഹനങ്ങൾ വെട്ടിച്ചു മാറ്റുമ്പോഴും വലിയ അപകടങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത ഏറെയാണ്. ചേറ്റുവ പാലത്തിൽ ഇരുവശങ്ങളിലുമായി കൂടിക്കിടക്കുന്ന മണൽ വാഹനയാത്രക്കാർക്ക് ഭീഷണിയാണ്. പുതിയ പാലത്തിന്റെ പണി പൂർത്തിയാകാത്തതിനാൽ വൻ തിരക്കാണ് ചേറ്റുവ പാലത്തിൽ അനുഭവപ്പെടുന്നത്. വലിയ കണ്ടെയ്നർ വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള ചെറുതും വലുതുമായ എല്ലാ ചരക്ക് വാഹനങ്ങളും ചേറ്റുവ പാലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കൃത്യമായ രീതിയിൽ കുഴി അടയ്ക്കാത്തതും പാലത്തിൽ വീണ്ടും കുഴി രൂപപ്പെടാൻ കാരണമായിട്ടുണ്ട്. പാലത്തിലെ കുഴിയിൽ വീണ് അപകടങ്ങൾ ഉണ്ടായാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദി ദേശീയപാത അതോറിറ്റിയും ദേശീയപാത കരാർ കമ്പനിയും മാത്രമായിരിക്കുമെന്നും പൊതുജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം അധികൃതർക്ക് ഉണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു. കുഴികളടച്ച വാഹനയാത്രക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും ചേറ്റുവ പാലത്തിനോടുള്ള അധികൃതരുടെ അനാസ്ഥ അവസാനിപ്പിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. കാരമുക്ക് പൂതൃക്കോവ് ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവത്തോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ നരസിംഹ ജ്യോതി പുരസ്കാരം കലാപീഠം ഹരീഷ് പശുപതിക്ക് സമർപ്പിച്ചു. 5001 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രത്തിൽ 2 പ്രാവശ്യമായി വരുന്നു. ഈ പ്രദേശത്തെ ബഹുഭൂരിപക്ഷം ആൾക്കാരും മറ്റു വേദികളിലൊക്കെ പല കാര്യം കൊണ്ടും പരസ്പരം അറിയുന്നവരും തിരിച്ചറിയുന്നവരും സ്നേഹിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഇവിടെ കൂടെ വരാൻ എന്നെ ക്ഷണിക്കുന്നതും ഞാൻ വരുന്നതും അതുകൊണ്ട് തന്നെയാണ്. എന്തായാലും ഈ ക്ഷേത്രത്തിൻ്റെ പഴയകാല പ്രതാപം ചെങ്ങല്ലൂർ മനക്കാരുടെ ക്ഷേത്രം അതിഗംഭീരമായിട്ട് നടന്നിരുന്നു. ഇടയ്ക്ക് വെച്ച് എപ്പോഴും ചില മൊത്തത്തിൽ കേരളത്തിൽ പല ക്ഷേത്രങ്ങൾക്കും സംഭവിച്ച പോലെ ക്ഷയം സംഭവിച്ചു. പക്ഷേ ദൈവ ചൈതന്യത്തിന് ഒട്ടും ക്ഷതം സംഭവിക്കാതെ അദ്ദേഹം SSLC പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് CP മുകേഷ് നമ്പൂതിരിയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ എൻഡോമെന്റുകളും വിതരണം ചെയ്തു. ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് ഷാജി കുറുപ്പത്ത് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി PB വേണു, ട്രഷറർ K സൂര്യനാരായണൻ, ട്രസ്റ്റി CP രമേശ് നമ്പൂതിരി, അഡ്വക്കേറ്റ് KN സോമകുമാർ, അന്തിക്കാട് പത്മനാഭൻ, രമണി ഹരിദാസ് ചെങ്ങല്ലൂർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കലാപീഠം ഹരീഷ് പശുപതി അവതരിപ്പിച്ച ചാക്യാർ കൂത്തും അരങ്ങേറി. ഈ നമസ്കാരം പല തരത്തിലുണ്ടെന്നാ പറയുന്നത്. പലതരത്തിലുള്ള നമസ്കാരങ്ങൾ അനവധി ഇപ്പൊ കാണുണ്ടായി. അധിക കാലമായിട്ടൊന്നുമില്ല അല്ലേ? കുറച്ച് കാലല്ലേ ആയിട്ടുള്ളൂ നമസ്കാരങ്ങളൊക്കെ കഴിഞ്ഞൊക്കെ. ഇനിയിപ്പോ കണ്ട ഭാവം തന്നെ ഉണ്ടാവില്ല കേട്ടോ. കുറച്ചു കാലം മുമ്പ് അങ്ങനെയല്ല. ആ വരവന്നിട്ട് കണ്ടു കഴിഞ്ഞാൽ 2 കൈകൊണ്ട് കൂപ്പി തൊഴുത അധികമായിട്ടുള്ള നമസ്കാരമൊക്കെ ഉണ്ടാവും. കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 കൈയിൻ്റെ അത്രയേ ഉള്ളൂ. കുറച്ചും കൂടി കഴിഞ്ഞാൽ കയ്യിൻ്റെ ആവശ്യം തന്നെയില്ല. അത്രയേ ഉള്ളൂ. കുറച്ച് കാലമായിട്ടുള്ള നമസ്കാരത്തിന്റെ കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. ഇനി അവരെ കാണാൻ പറ്റുന്നു നിരീക്കം കേട്ടോ. അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ദേശീയപാത 66 ഏങ്ങണ്ടിയൂർ അഞ്ചാങ്കല്ലിൽ ബൈക്കിൽ കാറിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഏങ്ങണ്ടിയൂർ സ്വദേശിയും ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റുമായിരുന്ന ചെമ്പൻ അശോകന്റെ മകൻ അനൂപാണ് മരിച്ചത്. 40 വയസ്സായിരുന്നു. ഇക്കഴിഞ്ഞ 13-ന് രാവിലെ അനൂപ് സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ അതേ ദിശയിൽ വന്ന കാർ ഇടിച്ചാണ് പരിക്കേറ്റത്.
തുടർന്ന് ആംബുലൻസ് പ്രവർത്തകർ ഏങ്ങണ്ടിയൂർ MI ആശുപത്രിയിലും പരിക്ക് ഗുരുതരമായതിനാൽ തൃശൂർ അശ്വിനി ആശുപത്രിയിലും പ്രവേശിപ്പിക്കുകയായിരുന്നു. ചികിത്സയിലിരിക്കെ വെള്ളിയാഴ്ച രാവിലെയാണ് മരിച്ചത്. മഴവെള്ളം ഒഴുകിപ്പോയിരുന്ന 1 നൂറ്റാണ്ട് പഴക്കമുള്ള തോട് സ്വകാര്യ വ്യക്തി നികത്തിയത് പഞ്ചായത്തും പോലീസും ഇടപെട്ട് പൂർവ്വസ്ഥിതിയിലാക്കി. കാഞ്ഞാണി ബാറിനോട് ചേർന്ന തോടാണ് ബുധനാഴ്ച വൈകിട്ട് നികത്തിയത്. വിവരമറിഞ്ഞെത്തിയ വിവിധ രാഷ്ട്രീയ പ്രവർത്തകരും നാട്ടുകാരും ജനപ്രതിനിധികളും ചേർന്ന് കൂടുതൽ നികത്തുന്നത് തടഞ്ഞു. മണലൂർ പഞ്ചായത്തിലെ 6ാം വാർഡിലാണ് സംഭവം. പരമ്പരാഗതമായി വെള്ളമൊഴുകിപ്പോകുന്ന തോട് നികത്തപ്പെട്ടതോടെ വർഷക്കാലത്തെ മഴവെള്ളത്തിന്റെ ഒഴുക്ക് നിലച്ച് വെള്ളേംതടം മിച്ചഭൂമി പ്രദേശങ്ങളിലെ 100ഓളം വീടുകൾ വെള്ളത്തിലാകുമെന്ന സ്ഥിതിയിലായി. ഈ പ്രദേശങ്ങളിലെ വെള്ളം നിലവിൽ നികത്തിയ തോട്ടിലൂടെ കടന്നാണ് കോത്തായി പാടം വഴി പെരുമ്പുഴ പാടത്തേക്ക് ഒഴുകിപ്പോയിരുന്നത്. ഈ സൗകര്യം അടയുമെന്നായതോടെ മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സിജി മോഹൻദാസിന്റെ നേതൃത്വത്തിൽ അന്തിക്കാട് പോലീസിൽ പരാതി നൽകി. തുടർന്ന് സ്ഥലത്തെത്തിയ അന്തിക്കാട് SHO കേഴ്സൺ B മാർക്കോസ് ബന്ധപ്പെട്ടവരുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് വ്യാഴാഴ്ച രാവിലെ തോട് പൂർവ്വസ്ഥിതിയിലാക്കുകയായിരുന്നു. കാലങ്ങളായി ഒഴിഞ്ഞ് പോയിരുന്ന വെള്ളം അത് തടസ്സപ്പെടുന്ന രീതിയിൽ ഇവിടെ മണ്ണിട്ട് തോർത്തു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അതിൻ്റെ ചുറ്റുവട്ടത്ത് വടക്കേ ഭാഗത്ത് വെള്ളത്തടം ഭാഗങ്ങളും മുഴുവൻ മഴ പെയ്ത വെള്ളം ഫുള്ളായിട്ട് കയറും. അത് പാർട്ടിയും ഇവിടുത്തെ ജനങ്ങളും ജനപ്രതിനിധികളും ഇടപെട്ടുകൊണ്ട് തന്നെ അത് തുറപ്പിച്ച് ഇപ്പോൾ അത് പഴയ രീതിയിലാക്കിയിട്ടുണ്ട്. AITUC പതാക ദിനം ആചരിച്ചു. AITUC മണലൂർ മണ്ഡലം കമ്മിറ്റി അംഗവും BKMU മണ്ഡലം പ്രസിഡന്റുമായ PV ഗിരീഷ് പതാക ഉയർത്തി. BKMU മണലൂർ മണ്ഡലം കമ്മിറ്റി അംഗം വിജയൻ വേളയക്കത്ത് അധ്യക്ഷത വഹിച്ചു. ജോമി, സണ്ണി, അജിത, ബിജിത, അനക്സ്, മണികണ്ഠൻ, സൂര്യൻ എന്നിവർ സംസാരിച്ചു. കൊടകരയിൽ വൻ രാസലഹരി വേട്ട. വാർത്തയുടെ വിശദാംശങ്ങൾ കാണാം ഇടവേളയ്ക്ക് ശേഷം. 9ാമത് TMC ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാരം 2026 കേരള വിഷൻ വരിക്കാരുടെ മക്കളിൽ SSLC +2 എല്ലാ സിലബസുകളിലെയും ഫുൾ A+ നേടിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡും മൊമന്റോയും നൽകും. അപേക്ഷാ ഫോമിനും കൂടുതൽ വിവരങ്ങൾക്കും നിങ്ങളുടെ അടുത്തുള്ള കേരള വിഷൻ ഓപ്പറേറ്ററുമായി ബന്ധപ്പെടുക. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 23 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES അഫിലിയേറ്റഡ് ടു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള, AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA കോഴ്സുകളോടൊപ്പം ഈ അധ്യയന വർഷം മുതൽ ഡിഗ്രിക്കൊപ്പം പ്രൊഫഷണൽ സ്കിൽസും ജോലിയും നേടാൻ സാധിക്കുന്ന ആഡ് ഓൺ കോഴ്സുകൾ ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എത്തിക്കൽ ഹാക്കിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നിവ നാട്ടികയുടെ മണപ്പുറത്തിൽ NES കോളേജിൽ മാത്രം. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. ഫോൺ 9745 782120 0487 240 2020. Manappuram Geeta Ravi Public School, the joy of learning. പ്രമുഖ സ്വർണ്ണാഭരണ ഹോൾസെയിൽ സ്ഥാപനമായ AG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാടാനപ്പള്ളി തൃപ്രയാർ ഷോറൂമുകളിൽ വിഷു, അക്ഷയ തൃതീയ ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. 916
ഡയമണ്ട്സ്, സിൽവർ, 18 കാരറ്റ് എന്നിവയുടെ 1,00,000-ൽ പരം ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ വിവിധ പദ്ധതികൾ. 5 പവൻ മുതലുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. സാധാരണക്കാരുടെ സ്വർണ്ണാഭരണ സ്ഥാപനം AG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വാടാനപ്പള്ളി ആൻഡ് തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകൾ തുടരുന്നു. കൊടകരയിൽ വൻ രാസലഹരി വേട്ട. പാഴ്സൽ സർവീസിന്റെ മറവിൽ ലോറിയിൽ കടത്തുകയായിരുന്ന അതിമാരക രാസലഹരികളായ 1/4 കിലോ MDMA-യും LSD സ്റ്റാമ്പുകളുമായി എടമുട്ടം സ്വദേശി പിടിയിലായി. ഡാൻസ് ഓഫ് സംഘവും കൊടകര പോലീസും ചേർന്ന് സാഹസികമായി ലോറി തടഞ്ഞ് പ്രതിയെ പിടികൂടി. ചന്ദ്രാപിന്നി എടമുട്ടം പുളിഞ്ചോട് മംഗലത്ത് വീട്ടിൽ മുഹമ്മദ് ഫാസിലാണ് പിടിയിലായത്. ഇയാൾ ഓടിച്ചിരുന്ന ലോറിയിൽ നിന്ന് 1/4 കിലോയോളം MDMA-യും 4 LSD സ്റ്റാമ്പുകളും പോലീസ് പിടിച്ചെടുത്തു. ലഹരിമരുന്നും വാഹനവും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. കളമശ്ശേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എയർ കാർഗോ പാഴ്സൽ കമ്പനിയിലെ ഡ്രൈവറാണ് പിടിയിലായ മുഹമ്മദ് ഫാസിൽ. കഴിഞ്ഞ 1 വർഷമായി ഇയാൾ ഇവിടെ ജോലി ചെയ്തു വരികയാണ്. ബാംഗ്ലൂരിൽ നിന്ന് പാഴ്സലുകൾക്കൊപ്പം ലഹരിമരുന്നും ലോറിയിൽ കയറ്റി എറണാകുളം കേന്ദ്രീകരിച്ച് വൻകിട ഇടപാടുകാർക്കും യുവാക്കൾക്കും വിതരണം ചെയ്യുന്നതാണ് ഇയാളുടെ രീതി. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPS-ന്റെ നേതൃത്വത്തിൽ നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി അബ്ദുൽ സലാം, ചാലക്കുടി ഡിവൈഎസ്പി KP ബെന്നി, ഡാൻസ് ഓഫ് ടീം അംഗങ്ങളായ SI TR ഷൈൻ, ജയകൃഷ്ണൻ P, സതീശൻ മടപ്പാട്ടിൽ, മൂസ, ലിജു ഇയാനി, റെജി AU, ബിനു MJ, ജീവൻ ES, ബിജു CK, സീനിയർ CPOമാരായ സോണി PX എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. വിവിധ കോഴ്സുകൾ പരിചയപ്പെടുത്തുവാനും കോഴ്സുകളുടെ തുടർ പഠന സാധ്യതകളെക്കുറിച്ച് അവബോധം നൽകുന്നതിനായും തൃത്തല്ലൂർ കമല നെഹ്റു മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെന്ററിന്റെ നേതൃത്വത്തിൽ ഓറിയന്റേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു. പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ സഹകരണത്തോടെയാണ് 10ാം ക്ലാസ് പാസ്സായ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി കരിയർ മാസ്റ്റർ ഡോക്ടർ B. സന്തോഷ് കുമാർ, ആതിര സുഭാഷ് എന്നിവർ ക്ലാസിന് നേതൃത്വം നൽകി. PTA പ്രസിഡന്റ് ഷിർഷാദ് അലി അരയങ്കര, പ്രിൻസിപ്പാൾ NK സുരേഷ് കുമാർ, ഷീന പോൾ, BD സന്ദീപ്, വിമജ EB എന്നിവർ സംസാരിച്ചു. മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടന നന്മ നാട്ടിക മേഖല ബാലയരങ്ങ് നടന്നു. സംസ്ഥാന കൺവീനർ TV ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മനോമോഹനൻ അധ്യക്ഷത വഹിച്ചു. ഏങ്ങൂർ ക്ഷേത്രം ഹാളിൽ നടന്ന ക്യാമ്പിൽ 150ഓളം കുട്ടികൾ പങ്കെടുത്തു. ഷൈജൻ ശ്രീവത്സൻ മുഖ്യാതിഥിയെ സംബന്ധിച്ചു. സമാപന സമ്മേളനം ഉദ്ഘാടനം സർട്ടിഫിക്കറ്റ് വിതരണവും നന്മ ജില്ലാ സെക്രട്ടറി രവി കേച്ചേരി നിർവഹിച്ചു. സമാപന സമ്മേളനത്തിൽ മേഖലാ വൈസ് പ്രസിഡന്റ് ജോസ് താടിക്കാരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സംസ്ഥാന ഭാരവാഹികളായ ഷീലാമണി, ഉണ്ണി വടക്കാഞ്ചേരി, ലതാ ഗുരുവായൂർ, പ്രസന്ന ഉണ്ണികൃഷ്ണൻ, ബാബു, ചന്ദ്രമതി, സതീഷ് വട്ടാശ്ശേരി, താന്യം ജോർജ്, സുനിൽ വൈശാഖം, സീനിയ പ്രവീൺ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. അങ്ങനെ സ്വർണം, രത്നങ്ങൾ, വെള്ളി അതൊക്കെ കൊടുക്കുമ്പോൾ വേണ്ടെന്ന് പറയും. പിന്നെന്താ വേണ്ടെന്ന് ചോദിച്ചത്. അപ്പൊ എനിക്ക് ഇവിടുത്തെ തിരികല്ല് മതി എന്ന് പറയും. അപ്പൊ അത് പറ്റില്ല, അത് തരാൻ പറ്റില്ല എന്ന് പറയും. അപ്പൊ ഈ സീതല്ല പറഞ്ഞ് എനിക്ക് വാഗ്ദാനം ചെയ്തില്ല തരാന്ന്. എനിക്ക് തിരികല്ല് മതി, വേറെ ഒന്നും വേണ്ടെന്ന് പറയും. അവസാനം നിവൃത്തിയില്ലാതെ തിരികല്ല് ഇവര് കൊടുക്കും. എന്നിട്ട് ഈ സീതയുടെ പറയും, ഇത് നിനക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. വലിയ പറയും. അപ്പൊ തിരിയൂ തിരിയൂ തിരികല്ലേ, തിരിയൂ തിരിയൂ തിരികല്ലേ, തിരിയൂ തിരിയൂ തിരികല്ലേ എന്ന് 3 പ്രാവശ്യം പറഞ്ഞിട്ട് നീ എന്താവശ്യപ്പെട്ടോ അത് ഇതിങ്ങനെ തന്നുകൊണ്ടേയിരിക്കും. നാട്ടിക ഗ്രാമപഞ്ചായത്ത് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ വിവിധ വാർഡുകളിൽ നടക്കുന്ന മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ നാട്ടിക പഞ്ചായത്ത് തല ഉദ്ഘാടനം തൃപ്പയാറിൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് P. വിനു ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KA ഷൌക്കത്ത് അലി അധ്യക്ഷത വഹിച്ചു. ഹെൽത്ത് സൂപ്പർവൈസർ TP ഹനീഷ് കുമാർ പദ്ധതി വിശദീകരണം നടത്തി.
ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുബില പ്രസാദ്, മെമ്പർമാരായ സനി രാജു, സജിനി ഉണ്ണിയാരമ്പുരയ്ക്കൽ, രജനി ബാബു, നിഷ ഉണ്ണികൃഷ്ണൻ, അംബിക, സിന്ധു സിദ്ധപ്രസാദ്, കെ സന്തോഷ്, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി പ്രീത എന്നിവർ നേതൃത്വം നൽകി. ഹരിതകർമ്മസേന അംഗങ്ങൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, നാട്ടിക SN കോളേജിലെ NSS വിദ്യാർത്ഥികൾ, പഞ്ചായത്ത് സ്റ്റാഫ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, ആശാപ്രവർത്തകർ എന്നിവർ ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കെടുത്തു. ജലജന്യ രോഗങ്ങളൊക്കെ പടർന്നു പിടിക്കാനുള്ള സാഹചര്യമുണ്ട്. അതോടനുബന്ധിച്ച് നമ്മളെ ഓരോ വാർഡുകളിലും ശുചിത്വത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഇന്ന് പഞ്ചായത്ത് തലത്തിൽ ഇപ്പോൾ നമ്മൾ തൃപ്രയാർ പാലം മുതൽ തൃപ്രയാർ സെൻറ്റർ 2 സൈഡും ഒക്കെ വൃത്തിയാക്കുകയാണ്. ഇനി തുടർന്നും വാർഡുകളിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നതായിരിക്കും. നമ്മളുടെ ജനങ്ങൾക്ക്, നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾക്ക് പകർച്ചവ്യാധികളൊന്നും വരാതെ നല്ലൊരു ആരോഗ്യരംഗത്ത് നല്ലൊരു ഉയർച്ച ഉണ്ടാവാനായിട്ട്, അവർക്ക് യാതൊരു രോഗങ്ങളും വരാതിരിക്കാനായിട്ട് പ്രത്യേകം ഹെൽത്തും അതുപോലെ തന്നെ പഞ്ചായത്തും എല്ലാം ഒന്നിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ പ്രവർത്തനം ഇവിടെ നടത്തുന്നത്. ഒരിടവേള കൂടി. വേണാട് ഫിനാൻസിൽ നിങ്ങളുടെ സ്വർണ്ണത്തിന് ഇരട്ടി മൂല്യം വരെ ലഭിക്കാവുന്ന അടിപൊളി ഗോൾഡ് ലോൺ സ്കീമുകളുണ്ട്. കൂടാതെ നിക്ഷേപങ്ങൾക്ക് ഏറ്റവും ഉയർന്ന പലിശയും ബിസിനസ്സുകാർക്ക് പെട്ടെന്ന് ലഭിക്കാവുന്ന ചെറുകിട മൈക്രോ ബിസിനസ് ലോണുകളും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ, സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വാർത്തകൾ തുടരുന്നു. കേരളത്തിലെ ആദ്യ മെയ് ദിന റാലിയുടെ നവതി ആഘോഷത്തിന്റെ ഭാഗമായി CPI എടമുട്ടം പാർട്ടി ഓഫീസിൽ AITUC വലപ്പാട് പഞ്ചായത്ത് സെക്രട്ടറി ഹരിദാസ് പനയ്ക്കൽ പതാക ഉയർത്തി. PN സുജിന്ത് അധ്യക്ഷത വഹിച്ചു. VR മോഹൻദാസ്, രാജൻ പട്ടാട്ട്, വസന്ത ദേവലാൽ, ഷാജി കോഴിപ്പറമ്പിൽ, MT ബാബുരാജ് എന്നിവർ സംസാരിച്ചു. മതിലകം ഗ്രാമപഞ്ചായത്തും കൂളിമുട്ടം കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് പകർച്ചവ്യാധി പ്രതിരോധ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. പൊക്ലായി കലാഭവൻ മണിഹാളിൽ നടന്ന ശില്പശാല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമതി സുന്ദരൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് PM ആൽഫ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ PP പ്രസീത, MA ബിനേഷ്, ഹസീന റഷീദ്, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീകല, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ നമ്രത, പെരിഞ്ഞനം സാമൂഹികാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ TP ദേവദാസ്, വനം വകുപ്പ് ഉദ്യോഗസ്ഥനായ KG രഞ്ജിത്ത്, കോസ്റ്റൽ പോലീസ് ഇൻസ്പെക്ടർ രമേശ്, വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥനായ ശ്യാംകുമാർ, KSEB സബ് എഞ്ചിനീയർ ബിജു മതിലകം, മൃഗാശുപത്രിയിലെ ഡോക്ടർ PS സന്തോഷ്, എമ്മാട് ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ GB ജോർജ്, കഴിവിലങ്ങ് ഹോമിയോ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സെൽബിയ ജോൺസൺ എന്നിവർ വിവിധ വിഷയങ്ങളെ അധികരിച്ച് ക്ലാസുകൾ നയിച്ചു.
വ്യാപാരി വ്യവസായ ഏകോപന സമിതി വലപ്പാട് യൂണിറ്റിന്റെ 30ാമത് വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പും നടത്തി. വലപ്പാട് KC വാസു സ്മാരക ഹാളിൽ നടന്ന യോഗം ജില്ലാ വൈസ് പ്രസിഡന്റ് P. പവിത്രൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ഷാജി ചാലിശ്ശേരി അധ്യക്ഷത വഹിച്ചു. ട്രഷറർ KJ ശ്രീരാജ് വരവ് ചെലവ് കണക്കുകളും KS സുനിൽകുമാർ റിപ്പോർട്ടും അവതരിപ്പിച്ചു. നിയോജക മണ്ഡലം ചെയർമാൻ KK ഭാഗ്യനാഥൻ മുഖ്യപ്രഭാഷണം നടത്തി. യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് പ്രതീഷ് പോൾ, വനിതാ വിംഗ് നാട്ടിക നിയോജക മണ്ഡലം ചെയർപേഴ്സൺ ഷീല പ്രേംരാജ്, PN സുജിന്ത്, ഭാരവാഹികളായ താജുദ്ദീൻ കാവുങ്ങൽ, MA റിഹാസ്, BS സീനത്ത്, RA മുഹമ്മദ്, PM ബഷീറുദ്ദീൻ എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി ഷാജി ചാലിശ്ശേരി, താജുദ്ദീൻ കാവുങ്ങൽ, RA മുഹമ്മദ്, KJ ശ്രീരാജ് എന്നിവരടങ്ങുന്ന 16-അംഗ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. ഭാരവാഹികളായ മനോജ് കുമാർ, KC പോൾസൺ, സതീഷ് ബാബു, ജിജോ എന്നിവർ നേതൃത്വം നൽകി. ഒരുപാട് നല്ല പ്രവർത്തനങ്ങളുമായിട്ടാണ് സ്വതവേ എല്ലാ യൂണിറ്റുകളിലും വ്യാപാരി വ്യവസായ ഏകോപന സമിതി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 3-4 മാസമായിട്ട് പെട്ടെന്ന് വന്ന പശ്ചിമേഷ്യയിലെ യുദ്ധം എല്ലാ തരത്തിലും വ്യാപാരികളെ ബാധിച്ചിരിക്കുകയാണ്. നേരത്തെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നമ്മുടെ അതിർത്തികളിൽ യുദ്ധം വരാറുണ്ടെങ്കിലും അതിൻ്റെ ഒരു കെടുതികളും നമ്മുടെ കേരളത്തിലെ ആളുകൾ അറിഞ്ഞിരുന്നില്ല. UDF വിജയാഘോഷത്തിന്റെ ഭാഗമായി വാടനപ്പള്ളി UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. തൃത്തല്ലൂരിൽ നിന്നും ആരംഭിച്ച ആഹ്ലാദ പ്രകടനത്തിന് UDF ചെയർമാൻ അഡ്വക്കേറ്റ് MA മുസ്തഫ, കൺവീനർ സിദ്ദിഖുൽ അക്ബർ, KS ദീപൻ, AM സനൌഫൽ, CM നൌഷാദ്, സുബൈദ മുഹമ്മദ്, രജനി കൃഷ്ണാനന്ദ്, KV സിജിത്ത്, BC ഷീജ, ഗിൽസ തിലകൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വലപ്പാട് തിരുവഴഞ്ചേരി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രി തഴനല്ലൂർ പടിഞ്ഞാറെ മനക്കൽ രാമൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ വിശേഷാൽ ഗണപതി ഹോമം, ഭൈരവ പൂജ, ഉദയാസ്തമയ പൂജ, പഴുവിൽ രഘുമാരാരുടെ നേതൃത്വത്തിൽ പഞ്ചാരിമേളം, പ്രസാദഊട്ട്, വിശേഷാൽ ഭഗവത് സേവ എന്നിവ നടന്നു. ഉണ്ണിച്ചക്കൻ കേശവന്റെ മകൻ വിജയന്റെയും സുജാത വിജയന്റെയും വഴിപാടായി ക്ഷേത്രത്തിലേക്ക് ശ്രീകോവിൽ പിച്ചള പൊതിഞ്ഞ് സമർപ്പിച്ചു. ഭഗവതിക്ക് പുതിയ ഗോളകയും പ്രഭാമണ്ഡലം സമർപ്പണവും പ്രതിഷ്ഠാ ദിനത്തിൽ നടന്നു.
ചാഴൂർ കാട്ടുങ്ങൽ ശ്രീ രുധിരമാല ഭഗവതി ക്ഷേത്രത്തിൽ ഇടവമാസത്തിലെ ആയില്യം പൂജയും സർപ്പക്കളവും ഭക്തി നിർഭരമായി. സർപ്പപൂജ, പാലും നൂറും കൊടുക്കൽ, സർപ്പക്കളം, പുള്ളുവൻ പാട്ട്, കാവിൽ പൂജ, രാഹുപൂജ എന്നിവ നടന്നു. മുരളി, തിരുവള്ളക്കാവ്, സർപ്പക്കളം, പുള്ളുവൻ പാട്ട് എന്നിവയ്ക്ക് നേതൃത്വം നൽകി. പ്രസിഡന്റ് ചന്ദ്രൻ, സെക്രട്ടറി ഗംഗാധരൻ, മാനേജർ വത്സൻ എന്നിവർ നേതൃത്വം നൽകി. തൃത്തല്ലൂർ കമല നെഹ്റു മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇംഗ്ലീഷ്, നോൺ വൊക്കേഷണൽ കൊമേഴ്സ് സീനിയർ, നോൺ വൊക്കേഷണൽ കൊമേഴ്സ് ജൂനിയർ, നോൺ വൊക്കേഷണൽ കെമിസ്ട്രി ജൂനിയർ, നോൺ വൊക്കേഷണൽ ജോഗ്രഫി ജൂനിയർ, വൊക്കേഷണൽ ട്രാവൽ ആൻഡ് ടൂറിസം എന്നീ തസ്തികകളിൽ അധ്യാപകരെ നിയമിക്കുന്നു. ഉദ്യോഗാർത്ഥികൾ ഈ മാസം 26 ചൊവ്വാഴ്ച രാവിലെ 10 അസൽ സർട്ടിഫിക്കറ്റുകളും കോപ്പികളുമായി കൂടിക്കാഴ്ചയ്ക്ക് സ്കൂളിൽ എത്തിച്ചേരണം. ഇനി ഇന്നത്തെ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നോക്കാം. വാഹനയാത്രക്കാർക്ക് ഭീഷണിയായി ചേറ്റുവ പാലത്തിലെ കുഴികൾ. പാഴ്സൽ സർവീസിന്റെ മറവിൽ ലോറിയിൽ കടത്തുകയായിരുന്ന അതിമാരക മയക്കുമരുന്നുകളുമായി എടമുട്ടം സ്വദേശി പിടിയിൽ. നാട്ടിക ഗ്രാമപഞ്ചായത്ത് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.